ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ദയർ എന്തിനാണെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? 14ാമത്തെ വീഡിയോ കാണുക. ഓക്കെ, അത് ഞാനിവിടെ പറയുന്നില്ല, പോയി കാണുക. കുറച്ചൊക്കെ പെയിൻ എടുക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ തന്നെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്താ ഇംഗ്ലീഷ് ആവശ്യമാണെന്ന്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ദയർ പോയി കാണുവാനായിട്ട് ക്ഷമയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതല്ല എന്നാണ്. ഇത്രയും രസകരമായ രീതി വേറെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. കുറേ ആൾക്കാരൊക്കെ ഇതെടുത്ത് അനുകരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. സ്വന്തമായിട്ട് ഉണ്ടാക്കുവാൻ കഴിയാത്തവരാണ് അനുകരിക്കുക. തീർച്ചയായിട്ടും വളരെയധികം കഠിന പ്രയത്നം അല്ലെങ്കിൽ വർഷങ്ങളുടെ നീണ്ട പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. തേനീച്ചയ്ക്കാണ് തേനുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ, മറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കട്ടെടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. എനിവേ, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ് ഇഫ് ദേ ഡു ഇറ്റ്, ലെറ്റ് ദം ഡു. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. കാരണം എന്താ, ഇത് എൻ്റേതായ ക്രിയേറ്റിവിറ്റിയാണ്, സാധാരണ ഒരു ഗ്രാമർ ബുക്കിലും കാണാത്ത രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ പറയുവാൻ തോന്നിയത്. ക്ഷമിക്കുക. അടുത്തത് എന്താണ് മസ്റ്റ്? മസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളെ വീണ്ടും ഒരു സാങ്കല്പിക ലോകത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്താണോ സാങ്കല്പിക ലോകം? ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ സുപരിചിതമായ ഒരു ഹാളിനെയാണ് മനസ്സിൽ കാണുവാൻ പറഞ്ഞതെന്ന്. ഈ ഹാളിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്ക് ഒരു ഫംഗ്ഷനുണ്ട്. നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്. 6 മണിക്ക് ഒരു ഫംഗ്ഷനുണ്ട്. 6 മണിക്കുള്ള ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഹാൾ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 3 മണി. ഇനിയൊരു 3 മണിക്കൂറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫംഗ്ഷന് വേണ്ടിയിട്ട്. നിങ്ങൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെല്ലുന്നു, കീ മേടിക്കുന്നു, നിങ്ങൾ തന്നെ തുറക്കുന്നു. അകത്ത് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ടേബിളുകളിലെല്ലാം തന്നെ ഇതേപോലെയുള്ള പാത്രങ്ങളും ഒഴിഞ്ഞ ഗ്ലാസ്സുകളും കുടിച്ചു വെച്ച ഗ്ലാസ്സുകളും പകുതി കഴിച്ചു വെച്ച പാത്രങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഒരാൾ നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് കാണുക. നിങ്ങളും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, യുവർ ക്ലോസ് ഫ്രണ്ട്. ഓക്കെ, ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ അകത്ത ഹാളിലുണ്ട്. ഈ ടേബിളുകൾ കാണുന്ന ഹാളിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ടേബിളുകളിലേക്ക് നോക്കി നിങ്ങൾക്കൊരു വാചകം പറയാൻ തോന്നിയാൽ എന്തായിരിക്കും പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിയ കൂട്ടുകാരനോടൊരു വാചകം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ വാചകമായിരിക്കും. That sentence is on the screen now. There must have been a function in this hall. ഇല്ലേ? There must have been a function in this hall. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് മസ്റ്റ് അവിടെ വന്നത്? നിങ്ങൾ 3 മണിക്കാണ് അകത്ത് കടന്നത്, അല്ലേ? വേറെ ഒരു അറിവും നിങ്ങൾക്കില്ല. അവിടെ കല്യാണം നടന്നു വന്നു, എന്താണോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ കളക്ടിങ് ദ കീ ഫ്രം ദ സെക്യൂരിറ്റി. അകത്ത് കിടക്കുന്നു, എൻറ്റേഴ്സ് ദ ഹാൾ. അപ്പോൾ കാണുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ പ്രസൻറ്റിൽ നിന്നും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന ഒരു വാചകമാണ് ഇത്. ദർ മസ്റ്റ് ഹാവ് ബീൻ എ ഫംഗ്ഷൻ ഇൻ ദിസ് ഹാൾ. ഓക്കെ, അപ്പോൾ എന്തിനാണ് മസ്റ്റ് വെച്ചത്? അത് നിങ്ങളുടെ ഊഹമാണ്. സാധാരണ ഊഹത്തിന് വയ്ക്കുന്ന വാക്കുകൾ ഏതാണ്? മസ്റ്റ്, മൈറ്റ്, മേ. അപ്പോൾ വളരെയധികം സാധ്യത കാണിക്കുവാനാണ് എന്താ മസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സാധ്യത തോന്നി. കാരണം ഇത്രയും ടേബിളുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ പ്രതീതി നിങ്ങൾ മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബീൻ ചേർത്തു, അതിൻ്റെ റിസൾട്ടും ഉണ്ട്, അത് കാണിക്കാൻ ഹാവ് ചേർത്തു. അത് നിങ്ങളുടെ ഊഹമാണെന്ന് കാണിക്കാൻ മസ്റ്റ് ചേർത്തു. അങ്ങനെ ഊഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാചകം നാവിൽ വരികയാണ്. ആ സാഹചര്യത്തിൽ അതാണിത്. there must have been a function in this hall. എന്തായിരിക്കും അതിൻ്റെ മലയാളം? ഈ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കാണും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു കാണണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഉണ്ടായിരുന്നു കാണണം.
എന്ന് പറയുന്ന ആ മലയാളം വാചകമാണ് ഈ വാചകം. തീർച്ചയായിട്ടും മലയാളം വാചകത്തെ നമ്മൾ ഒന്നെടുത്ത് നോക്കൂ. ഈ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കാണണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആ മലയാളത്തിലുമുണ്ട് എന്ത്? അത് നമ്മളൊരു ഊഹമാണ് എന്ന ധ്വനി ആ മലയാളം വാചകത്തിനുണ്ട്. ഇല്ല, അതുപോലെ തന്നെയാണ്, അതേ രീതി തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഈ വാചകവും. ആ ഊഹത്തിൻ്റെ ധ്വനി നമ്മൾ അതിൽ കൊടുക്കുന്നു. അതിൽ വളരെയധികം ആ ഊഹത്തിന് സാധ്യതയുണ്ടെന്ന് കാണിക്കാൻ മസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു, റിസൾട്ട് പ്രസൻറ്റുമായിട്ട് ഇപ്പോഴും ആ കഴിഞ്ഞ കാര്യം പ്രണയിച്ച് നിൽക്കുന്നു, പാത്രങ്ങളായിട്ടും ഗ്ലാസ്സുകളായിട്ടും. അതുകൊണ്ട് ഹാവ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹോൾ. ദേർ എന്താണെന്നറിയാൻ 14 കാണുക. ദേർ എന്ന് പറയുന്നതിന് ഇവിടെ അർത്ഥമില്ല. ദേർ എന്ന് പറയുന്ന ഒരു ഡെമ്മി സബ്ജക്റ്റാണ്. ദേർ എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ എന്നാണ്. പക്ഷെ ഇവിടെ അതിന് അവിടെ എന്നുള്ള അർത്ഥമില്ല. വെറും ഒരു ഡെമ്മിയായിട്ട് നിൽക്കുന്നു, ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ബാക്കി കാര്യങ്ങൾ 14ാമത്തെ വീഡിയോ പറഞ്ഞു തരും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ നൗ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ താഴെ എന്തെങ്കിലും ഇതിനെപ്പറ്റി എഴുതുക. എക്സലൻ്റ് എന്നോ ഗുഡ് എന്നോ സൂപ്പർ എന്നോ അല്ലെങ്കിൽ ബാഡ് എന്നോ എന്തെങ്കിലും എഴുതുക. കാരണം അതില്ലാതെ നിങ്ങളൊരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കരുത്. ഇതൊരു പ്രചോദനമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വളരെയധികം അഹങ്കാരത്തിൻ്റെ സ്വരമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെ സ്വരം തന്നെയാണ്. അത് അഹങ്കാരത്തിൻ്റെ സ്വരമെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങളെ അറിയിക്കുവാൻ, ഇത്രയും നല്ലതാണെന്ന് അറിയിക്കുവാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം പിന്നെ എന്താണെന്ന് എഴുതിയിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയേക്കും. അതൊരു പ്രചോദനമാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുവാൻ ഉള്ള ഒരു പ്രചോദനമാണതെനിക്ക്. മറക്കാതെ ചെയ്യുക. അർഹതയില്ലെങ്കിൽ അതെന്താണെന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് വേസ്റ്റഡ് മൈ ടൈം എന്ന് എഴുതുക. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. നാളെ വീണ്ടും നല്ലത് ഉണ്ടാക്കുവാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള ഒരു രീതിയും ആക്കുക. ഓക്കെ, ചിലപ്പോൾ വിരസതയുണ്ടായേക്കാം. പക്ഷേ അത് വീഡിയോ ആയതുകൊണ്ടാണ്. നേരിട്ടുള്ള ക്ലാസ്സുകളിൽ അതും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഈ ജീവിതത്തിൽ പലവരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. ഇത്രയും വ്യക്തമായിട്ട് ബീനും ഹാവും മസ്റ്റും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളെ കാണാതെ, നിങ്ങളെ കേൾക്കാതെ, നിങ്ങളുടെ സംശയം ദൂരീകരിക്കാതെ, അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട്, അങ്ങ് അകലെയിരുന്നു കൊണ്ട്, അങ്ങ് ഗൾഫിലിരുന്നു കൊണ്ട്, വേറെ രാജ്യങ്ങളിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ നാടായ, നമ്മുടെ നാടായ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ വീഡിയോയിലൂടെ ഇത് ശ്രവിക്കുമ്പോൾ, എന്നെ കാണാതെ എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാം. മാത്രമല്ല, പല തവണ നിങ്ങൾ പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് കിട്ടി, ഈ ചെറിയ വീഡിയോയിലൂടെ എന്ത് കിട്ടി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം വിരിയുന്നത് എനിക്ക് കാണാം. മനസ്സിൽ ഈ ഭാഷ ഞാൻ എത്രയോ രസകരമെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് എന്ന് എവരി വൺ സേസ്. അതിനേക്ക് കേൾക്കാം. എൻ്റെ കർണപടങ്ങളിൽ അത് അലയടിക്കുന്നുണ്ട്. എൻ്റെ നയനങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വികാരവും എന്നിലെത്തുന്നുണ്ടെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു. I thank God for making me so, helping me to make this for you. You should also pray for me to make you, to give you such videos again and again. Okay, good. പോകാം. ഇപ്പോൾ ആ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നതായി കാണാം. ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എനിക്ക് ഇല്ല. ഇത് ഞാൻ തന്നെ എൻ്റെ അറിവ് ഉപയോഗിച്ച് ഡൗൺലോഡൊക്കെ ചെയ്ത് സൃഷ്ടിച്ചൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാളിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിയെ കാണിക്കാനുള്ള പടം എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, എൻ്റെ മനസ്സിലെ കാര്യങ്ങളെ ഇതേപോലെ ചെയ്തു തരാൻ ആരെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായ വീഡിയോ ആയിരിക്കും. അത് ലൈവായിട്ട് പറയുന്ന രീതിയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾ എഴുതി വായിക്കണമല്ല, ലൈവായിട്ട് പറയുന്ന രീതി ഉണ്ടാക്കുവാൻ സാധിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ തലയിൽ കടന്ന് കറങ്ങുന്ന കാര്യങ്ങളെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇനി ഇതിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നും ഉണ്ടാകില്ല. ലോകത്തെ നമ്മൾ കീഴടക്കും. ഓക്കെ, വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ഗ്രാമീണനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വില്ലേജിലാണ്. എൻ്റെ പേരൻസ് കർഷകരാണ്. ഞാൻ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിലാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് മറ്റുള്ള വീഡിയോകളിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ,
എന്നെ ശ്രവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ അനിയന്മാരോട് ഞാൻ പറയട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരും കഴിവുകളില്ലാത്ത ആളുകളല്ല, മറിച്ച് കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. വർഷങ്ങളേറെ ഞാൻ കഴിവുകൾ ഇല്ല എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായ ആ ദിവസം ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കഴിവുകളില്ലാത്തവരെന്ന് ചിന്തിക്കരുത്, കഴിവുകൾ ഉപയോഗിക്കാത്തവരെന്ന് ചിന്തിക്കുക. കഴിവുകളെ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മാറ്റം ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്രൈം എക്സാമ്പിളാണ് ഞാൻ. കഴിവ് ഇല്ലാതിരുന്നു എന്ന് ചിന്തിച്ച് ജീവിതം തള്ളി നീക്കിയ നാളുകൾ, കഴിവ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ അതിനൊക്കെ പറഞ്ഞറിയിക്കുവാൻ അറിയില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം, എന്നെപ്പറ്റി കൂടുതൽ നിങ്ങളോട് പറയുവാൻ സാധിക്കും. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനും പറയുന്നു, നിങ്ങളെല്ലാവരും മാറും. അത് നേരിട്ട് പറയേണ്ട കാര്യമാണ്. എൻ്റെ ഭൂതകാലത്തെക്കുറിച്ചറിയാവുന്ന നാട്ടുകാരുണ്ട്. ഞാൻ എന്തായിരുന്നു, പഠിക്കുവാൻ എന്തായിരുന്നു എന്നൊക്കെയുള്ളത് അറിയാവുന്നത് എൻ്റെ നാട്ടുകാർക്കാണ്. ബ്രെയിനിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു മെമ്മറി ഷോ യൂട്യൂബിലുണ്ട്. ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു തരുന്ന ഒരു മെമ്മറി ഷോ യൂട്യൂബിലുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ കൂരി തിരിച്ചു പോയേക്കാം, മറിച്ച് പക്ഷെ ഞാൻ പറയുന്നു, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. as simple as distributing sweets. മിഠായി വിതരണം പോലെ സിമ്പിളാണ്. once you understand the power of your brain, you can do it, my dear friend. Not only this, you can do many things which you feel that impossible, right? What you need to have to do all these things, you need to have passion. ഒരു പാഷനാണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? You need to have such a passion, right? ഒരു സാധനം അങ്ങോട്ട് എന്താ പറയുക, അതിന് ഇപ്പോൾ നേരിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾ എന്താണ് പാഷൻ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാവം എന്താണെന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം എൻ്റെ ഭാവം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്താണ് പാഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ. ഓക്കെ, എനിവേ, വീണ്ടും കത്തിയാണല്ലേ, വീണ്ടും കത്തി വെച്ച് കൊല്ലുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, സോറി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വാചകം there has been a function in this hall എന്നാണ്. ഇത് പറയുന്നത് ആരാണ്? സെക്യൂരിറ്റിയാണ്. ആദ്യത്തെ വാചകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. there must have been a function in this hall. അത് മനസ്സിലായെങ്കിൽ ആ സാഹചര്യം വിടുക. ഇത് പുതിയ സാഹചര്യമാണ്, പുതിയ സാഹചര്യമായിട്ട് സങ്കല്പിക്കുക. പഴയ സാഹചര്യം ആ രീതിയിൽ മനസ്സിലാക്കുക. പുതിയ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ചെല്ലുന്നു, നിങ്ങൾക്കിത് പഴയ പോലെ തന്നെ നിങ്ങൾക്ക് 6 മണിക്കൊരു ഫങ്ഷനുണ്ട്. ആ ഹാളിലേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഗേറ്റിലുണ്ട്. സെക്യൂരിറ്റിയോട് നിങ്ങൾ പറയുന്നു, ജറാ ഞങ്ങൾക്ക് ചെയേഴ്സൊക്കെ ഒന്ന് സ്റ്റേജിൽ അറേഞ്ച് ചെയ്യണം, അതിനാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി നിങ്ങളുടെ കൂടെ വരുന്നു. ആ ഹാളിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. നിങ്ങളകത്ത് കിടക്കുന്നു. നിങ്ങളോടൊപ്പം തന്നെ ആ സെക്യൂരിറ്റിയും ആ ഹാളിലേക്ക് കടക്കുന്നു. എന്താണ് കാണുന്നത്? ഈ പ്ലേറ്റുകളാണ് കാണുന്നത്, ഈ തരത്തിലുള്ള മേശകളാണ് കാണുന്നത്. അപ്പോൾ സെക്യൂരിറ്റി നിങ്ങളോട് പറയുകയാണ്, there has been a function in this hall. ഇപ്പോൾ എന്താണ് സെക്യൂരിറ്റി മസ്റ്റ് ഉപയോഗിക്കാതിരുന്നത്? കാരണം സെക്യൂരിറ്റി കാലത്ത് മുതൽ അവിടെയുള്ള ആളാണ്, അല്ലേ? ഈ നിമിഷം വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് ഊഹിച്ചു പറയണ്ട, ഊഹിച്ച് പറയാനുള്ള വേർഡ് നമുക്ക് വേണ്ട. അതുകൊണ്ട് മസ്റ്റ് ഉപയോഗിച്ചില്ല. ഇനി ബാക്കിയുള്ളത് എന്താണ്? ഹാസ് ബീൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, അല്ലേ? മസ്റ്റ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായി. എന്ത്? ആദ്യത്തെ സാഹചര്യത്തിൽ സെക്യൂരിറ്റി നിങ്ങളുടെ കൂടെയില്ല. സെക്യൂരിറ്റിയുടെ കീ മേടിച്ച് നിങ്ങൾ തുറന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ഊഹിച്ചു പറഞ്ഞു. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെക്യൂരിറ്റി നിങ്ങളുടെ കൂടെയുണ്ട്, സെക്യൂരിറ്റി കാലത്ത് മുതൽ അവിടെയുണ്ട്, നിങ്ങൾ ഉച്ച കഴിഞ്ഞ് ചെന്ന ഒരാളാണ്. അപ്പോൾ സെക്യൂരിറ്റിക്ക് ഉറപ്പായതുകൊണ്ട് മസ്റ്റ് ഉപയോഗിച്ചില്ല. പിന്നെ ഇപ്പോഴത്തെ ഡൗട്ട് എന്താണ്? ഹാവ് മാറി എന്തുകൊണ്ട് ഹാസ് വന്നു? അത് മനസ്സിലാക്കണമെങ്കിൽ 15ാമത്തെ വീഡിയോ കാണുക. 15ാമത്തെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് എന്താണ് ഹാസ്, എന്താണ് ഹാവ് എന്നുള്ളത്. ഓക്കെ, ഏതായാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇത് വ്യത്യാസമൊന്നുമില്ല. ഹാസും ഹാവും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ദേ ഹാവ് എ കാർ, ഹി ഹാസ് എ കാർ. എന്താ അർത്ഥവ്യത്യാസം? അർത്ഥവ്യത്യാസമില്ല. ഹാവും ഹാസും എന്താണ്? ഒരേ അർത്ഥമാണ്, അല്ലേ? അപ്പം ഇവിടെ ഈ ഹാസ് തന്നെയാണ് ഈ ഹാവും. ഇവിടെ ഹാവ് എന്തർത്ഥം നിൽക്കുന്നു, എന്ത് ധർമ്മമാണ് ഈ ഹാവിനുള്ളത്, അതേ ധർമ്മം തന്നെയാണ് ഹാസിന് ഇവിടെയുള്ളത്. പിന്നെ എന്തുകൊണ്ട് മാറി? അതാണ് പ്ലൂറൽ സിംഗുലർ ഡിഫറൻസ്. അതായത് ഇവിടെ ഫങ്ഷൻ ഒന്നേയുള്ളൂ, അതുകൊണ്ട് ഹാസ് വന്നു. ഇവിടെ ഫങ്ഷൻസ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ?
ഹാവ് വന്നേനെ. അപ്പോൾ ഫങ്ഷൻസ് വെച്ചൊന്ന് വായിച്ചേ. ദർ ഹാവ് ബീൻ ഫങ്ഷൻസ് ഇൻ ദിസ് ഹാൾ. ഒരെണ്ണം വെച്ച് വായിച്ചേ. ദർ ഹാസ് ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹാസ് ഫങ്ഷൻ, ഹാവ് ഫങ്ഷൻസ്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഹാസ് ആണെങ്കിലും ഹാവ് ആണെങ്കിലും പ്രസൻറ്റുമായിട്ട് പ്രണയിച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാൻ, റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിൽ ഉണ്ടെന്ന് കാണിക്കാനാണ് എന്ത് ഹാസായാലും ഹാവായാലും ഉപയോഗിക്കുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം വന്നു, ഇവിടെ ഫങ്ഷനല്ലേ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഹാവ് വന്നു? ഇവിടെ ഫങ്ഷനിൽ ഹാസാണ്, ഇവിടെ ഫങ്ഷൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഹാവ് വന്നു? ആ ഒരു സംശയമില്ലേ ഇപ്പോൾ? ഇല്ലേ. ആ സംശയമില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കാൻ എളുപ്പമാർഗമുണ്ട്. എന്താ? ഹാസിന് മുന്ന് അതേ കുടുംബത്തിൽ നിന്ന്, ക്രിയാകുടുംബത്തിൽ നിന്ന് വേറൊരു വാക്ക് മുന്നു വരികയാണെങ്കിൽ ആ ഹാസ് ഹാവായി മാറും. എന്ത്? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മധ്യഭാഗമാണ്. ആദ്യ ഭാഗം സബ്ജക്റ്റ്, മധ്യഭാഗം വെർബ്, അവസാന ഭാഗം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഹെഡ്, ഹാർട്ട്, ടെയിൽ ഇല്ലേ? ഇപ്പോൾ മധ്യഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിയാകുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പം ക്രിയാകുടുംബത്തിൽ നിന്നും ഒരു വാക്ക് ഹാസിന് മുന്ന് വേറെ വരികയാണെങ്കിൽ ഈ ഹാസ് എന്തായി മാറും? ഹാവായി മാറും. അവിടെ ഫങ്ഷനും ഫങ്ഷൻസ് എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഫങ്ഷനാണ്, അപ്പോൾ സത്യത്തിൽ ഇവിടെ ഹാസാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ മസ്റ്റ് വന്നത് കാരണം എന്തായി? ഹാസ് എന്തായി? ഹാവായി മാറി. ഉണ്ടോ? ഇടയിൽ വേറൊരു വാക്ക് ക്രിയാകുടുംബത്തിൽ നിന്ന് തന്നെ വന്നു. അതുകൊണ്ടാണ് എന്ത്? മസ്റ്റ് ഹാവായി മാറിയത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ മസ്റ്റ് ഇല്ലെങ്കിൽ എന്തായി മാറും? ഹാസായി മാറും. ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം. ഇപ്പം സെക്യൂരിറ്റിയാണ് നിങ്ങളോട് പറഞ്ഞത് അല്ല? എന്താ? ദർ ഹാസ് ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കണം, ഈ പ്ലേറ്റുകളൊക്കെ കണ്ടിട്ട്, ഈ ടേബിളുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഇപ്പോൾ എൻ്റെ പടം നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? ഈ ഇടത് ഭാഗത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടോ? അത് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. എന്താണ്? ഹാസ് ദെയർ ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ. ചോദ്യമാക്കിയത് എങ്ങനെയാണ്? രണ്ടാമത്തെ വാക്ക് ഹാസ് ആദ്യം വന്നു, ആദ്യ വാക്ക് രണ്ടാമതായി മാറി, ഫുൾ സ്റ്റോപ്പ് മാറി, ഇവിടെ ചോദ്യമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചോദ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വാക്ക് ആദ്യമാക്കുക, ആദ്യ വാക്ക് രണ്ടാമതാക്കുക. ഓക്കെ. ഉത്തരം പറയണമെങ്കിൽ പഴയതുപോലെ തന്നെ എന്താ? ദെയർ ഹാസ് ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ. ചോദ്യമാക്കണമെങ്കിൽ ഹാസ് കൊണ്ട് തുടങ്ങുക, ദയർ അകത്തേക്ക് കയറ്റുക, ബാക്കിയൊന്നും ചെയ്യണ്ട. ബാക്കിയൊക്കെ അതേ രീതിയിൽ തന്നെ വായിച്ചേ. ഹാസ് ദെയർ ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ. അപ്പോൾ സെക്യൂരിറ്റി എന്ത് പറയുമെന്ന് നോക്കാം. ചോദ്യമാക്കി നോക്കാം. ഒന്നുകൂടി ചോദിക്കുക. ഹാസ് ദെയർ ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ? യെസ്, ദെയർ ഹാസ് ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ എന്ന് സെക്യൂരിറ്റി പറയുന്നു. എങ്ങനെയൊക്കെയാണ് കോൺവെർസേഷൻ ഉണ്ടാക്കുക? കോൺവെർസേഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഉത്തരം പറയാമെന്നൊക്കെ കാണണമെങ്കിൽ വീഡിയോ 19 കാണുക. ചോദ്യം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്ന് കാണണമെങ്കിൽ വീഡിയോ 18 കാണുക. ഓക്കെ. വളരെ രസകരമായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പോയി കാണുമ്പോൾ എത്രത്തോളം കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ. നേരിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാമായിരുന്നു. നമ്മുടെ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ ബോക്സിലേക്കൊക്കെ പോകാമായിരുന്നു. ഇതേപോലെ തന്നെ പടം ഉപയോഗിച്ച് പഠിക്കാമായിരുന്നു. ഇനി ഉദാഹരണം വേണോ? ജീവിത സാഹചര്യവുമായിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ വെച്ചുള്ള ഉദാഹരണങ്ങൾ വേണോ? നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് ഇത് ഹൃദ്യസ്ഥമാക്കുവാനായിട്ട്. 6ാമത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇംഗ്ലീഷ് ഉണ്ടെന്ന്. ഓക്കെ. ഏതായാലും ഒരു ഉദാഹരണം കൂടി തരാം. വിരസത ഉണ്ടാകുമെന്ന് തോന്നുന്നത് കൊണ്ട് ഒന്നുകൂടിയാണ് തരുന്നുള്ളൂ. ഓൾറെഡി ഇത് മനസ്സിലായിട്ടുള്ളവർക്ക് വിരസതയായി കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതായാലും ബിഗിനേഴ്സ് എൻ്റെ മുന്നിലുണ്ട്. അവർക്കായി ഒരു രീതി കൂടി നമുക്ക് കാണാം. ഇപ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ? വാട്ട് യു സീ ഓൺ ദ സ്ക്രീൻ. വാചകം എഴുതാനുള്ള ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വാചകം എഴുതാനുള്ള ഗ്യാപ്പ് ഇവിടെയുണ്ട്. ഒരു സാഹചര്യം പറയാം. ഓക്കെ. ഇത് നമ്മുടെ ഫയർഫോഴ്സ് അല്ല, വേറൊരു രാജ്യത്തെ ഫയർഫോഴ്സാണെന്ന് തോന്നുന്നു. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഗൂഗിൾ. ഇപ്പോൾ നിങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നു. ഇതൊരു 4 ലൈൻ റോഡാണ്. നിങ്ങളിങ്ങനെ ഇടത് ഭാഗത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ കാണുകയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു, സാഹചര്യം മുന്നിൽ കാണുകയാണ്. നിങ്ങളുടെ കാറിൽ കുറച്ച് പേരുണ്ട്, പിന്നിലിരിക്കുന്ന ആളിങ്ങനെ കാണുകയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഉദാഹരണത്തിലെ ആദ്യ വാചകം എന്തായിരുന്നു? ആ രീതിയിൽ ഈ സാഹചര്യത്തെ നോക്കി പറയുമ്പോൾ എന്തായിരിക്കും വാചകം? പറയുവാൻ പറ്റുമോ?
ഇവിടെ എന്താണ് കാണുന്നത്? റോഡിൽ എന്തുണ്ട്? ചോരയൊക്കെ ഉണ്ട്. എന്തിൻ്റെ പ്രതീതിയാണ് കാണുന്നത്? ആ ഫങ്ഷൻ എന്ന ആ വാക്കിന് പകരം ഇവിടെ വാചകം എഴുതുമ്പോൾ ഏത് കൊടുക്കുവാൻ സാധിക്കും? ആക്സിഡൻറ്റ്, അല്ലേ? ആക്സിഡൻ്റ് ആണ് നമ്മൾ കൊടുക്കാൻ സാധിക്കുക. ഇനിയും ഇൻ ദിസ് ഹോൾ, അതിന് പകരം എന്തായിരിക്കും കൊടുക്കാൻ സാധിക്കുക? നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ തന്നെയല്ലേ? അപ്പോൾ ഹിയർ, എന്താണ് ഹിയർ? നോക്കാം, ദർ മസ്റ്റ് ഹാവ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇവിടെ എന്തുണ്ടായിരുന്നു കാണും? ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കാണും എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ദർ മസ്റ്റ് ഹാവ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു. മനസ്സിലാകുന്നുണ്ടോ? രസകരമായില്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായി? ആക്സിഡൻ്റ് എന്ന് കിട്ടി, അവിടെ തന്നെ ആയതുകൊണ്ട് ഹിയർ എന്ന് കിട്ടി. പിന്നെ ബീൻ വരാൻ കാരണം എന്താ? ഇത് ബ്ലഡ് അല്ലേ? ആളൊന്നുമില്ലല്ലോ, ആളെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞു അല്ലേ? പൂർണ്ണത വന്നു. ഓക്കെ, പക്ഷേ ബ്ലഡ് ഉണ്ട്. അപ്പോൾ ആളില്ലാതാനും. അപ്പോൾ എന്തായി? കഴിഞ്ഞു എന്ന് മനസ്സിലായി, പൂർണ്ണത വന്നു, പക്ഷേ ബ്ലഡ് കിടക്കുന്നു. അപ്പോൾ റിസൾട്ടുണ്ട്, വേണ്ട. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ആ കഴിഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി, പിന്നെ ഈ ആൾക്കാർ, ഫയർഫോഴ്സ് ഓഫീസേഴ്സ്, യു ക്യാൻ സി. അപ്പോൾ റിസൾട്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഹാവ് കൊടുത്തു. പിന്നെ നിങ്ങൾ ആക്സിഡൻറ്റ് കണ്ടില്ലല്ലോ, നിങ്ങളിപ്പോൾ വരുന്ന വഴിയല്ലേ, അപ്പോൾ ഊഹിച്ച് പറയാൻ നിങ്ങൾ എന്ത് കൊടുത്തു? മസ്റ്റ് കൊടുത്തു. അപ്പോൾ ദർ മസ്റ്റ് ഹാവ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇവിടെ എന്തുണ്ടായി കാണും? ഇവിടെ എന്തുണ്ടായിരുന്നു കാണും? ആക്സിഡൻറ്റ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കാണും. ക്ലിയർ ആയോ? എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കാണും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ, അല്ലേ? അദ്ദേഹത്തിന് ഉറപ്പാണ്, കാരണം അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരാളാണത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഊഹിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വഴിയെ പോയിപ്പോൾ കണ്ടതാണ്, പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഓൾറെഡി ബോഡിയൊക്കെ എടുത്ത് ആംബുലൻസിൽ കയറ്റിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഊഹിച്ച് പറയേണ്ട, അതുകൊണ്ട് അദ്ദേഹം മസ്റ്റ് കളഞ്ഞു. പിന്നെ ഹാസ്, ആദ്യം പറഞ്ഞതുപോലെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഹാസ് ആണ്. ആക്സിഡൻറ്റ്സ് ആയിരുന്നെങ്കിൽ ഹാവ് ആയി മാറിയാണ്. അപ്പോൾ ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ എന്നായിരിക്കും അദ്ദേഹം പറയുക. ഇനി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നിങ്ങൾ അവിടെ ഇറങ്ങി, കാലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ്, എന്താ? ഹാസ് ദർ ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. പഴയ പോലെ തന്നെ അല്ലേ? ഹാസ് ദർ ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ എന്ന അതേ വാചകം തന്നെയാണ്. എന്താ? ഹാസ് ദർ ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇവിടെ എന്തുണ്ടായിട്ടുണ്ടോ? ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് ഈ രീതിയിൽ, അല്ലേ? ഒന്നുകൂടി ചോദിക്കാം, എന്താണ്? ഹാസ് ദർ ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇടയിൽ നിന്ന ഹാസ് ഇപ്പോൾ പുറത്തു നിന്നതിന് വേണ്ടിയിട്ടാണ് ചോദ്യമാക്കാൻ, അല്ലേ? അതും മനസ്സിലിരിക്കുക. ഹാസ് ദർ ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. അപ്പോൾ എന്താ പറയും? യെസ്, ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. റൈറ്റ്. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോവുക. 19ാമത്തെ വീഡിയോ നിങ്ങൾ കാണുക, 18ഉം 19ഉം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കോൺഫിഡൻസ് എത്രമാത്രം ഉണ്ടാകുമെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. തീർച്ചയായിട്ടും ഈ ജേണിയിൽ രസകരമായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ മതിയാകും. ഒരു വീഡിയോ കാണുക, 1 മണിക്കൂർ കാണുക, അത്രയും മതി. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, മനസ്സിലോർക്കുക. ഇനിയും എക്സാമ്പിൾസ് വേണോ? ഇതേപോലെയുള്ള പടം കാണിച്ച് ഇനിയും ഉദാഹരണങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഓടിക്കുമില്ലേ? അതുകൊണ്ട് നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുവാൻ ഞാനില്ല. ഇനി വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, നേരിട്ടുള്ള ക്ലാസ്സുകളിൽ വരിക, ലൈവായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള രീതികൾ ക്ലാസ് റൂമുകളിൽ നമുക്ക് അഭിനയിക്കാം. നിങ്ങൾക്ക് സെക്യൂരിറ്റി ഓഫീസറാകാം, ഫയർഫോഴ്സ് ഓഫീസറാകാം, ആക്സിഡൻറ്റ് പോലെ കിടന്ന് നമുക്ക് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകും. ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ കണ്ട് ഈ വാചകത്തെ അഭിനയിച്ച് കണ്ട് കേട്ട് പഠിക്കുവാൻ സാധിക്കും. അതാണ് നേരിട്ടുള്ള ക്ലാസ്സുകളുടെ ഗുണം. എന്നാൽ പോലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത വാചകത്തിലേക്ക് പോവാം. ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ, നോട്ട് ദ നെക്സ്റ്റ് പേജ്. ഇവിടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തത് മസ്റ്റ് ഹാവ് ഹാഡ് എ ചിക്കൻ ബോക്സ്. ഷീ മസ്റ്റ് ഹാവ് ഹാഡ് എ ചിക്കൻ ബോക്സ് എന്ന സെൻറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അത് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടാണ്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയുക, മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ പറയുക. നാളെ വീണ്ടും ആ ചേഞ്ചസ് വരുത്തി എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് തന്നെ എഴുതുക. അതാണ് എൻ്റെ പ്രചോദനം. നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ലോകത്തിൻ്റെ ഏത് കോണിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ലൈക്ക്, നിങ്ങളുടെ ഒരു ഷെയർ ഞാൻ കാണുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ അറിയില്ലാത്തവരുടെ ഒരു ലൈക്കും ഷെയറും കാണുമ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഡോണ്ട് ബി ഈഗോയിസ്റ്റിക് ടു ഡു ഇറ്റ്. എപ്പോഴും ഈ വീഡിയോകളിൽ നോക്കുമ്പോൾ 2 ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിലും അതിൻ്റെ ലൈക്ക് നോക്കുമ്പോൾ 100, 150 അല്ലെങ്കിൽ 200
250 കാണാറ്. ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ആൾക്കാർ ഇതിങ്ങനെ ലൈക്ക് ചെയ്യുന്നില്ല, ആ വീഡിയോ മോശമായതുകൊണ്ടാണോ എന്നിങ്ങനെ ചിന്തിക്കും. എപ്പോഴും നമ്മുടെ ക്രിയേഷൻസ് സ്വീകാര്യത അക്സെപ്റ്റൻസ് വരുമ്പോഴാണ് വിൽ ബി സോ ഹാപ്പി അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇത്രയും പണി ചെയ്തിട്ട് എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചു പോകും. യേശുദാസിൻ്റെ ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തെടുത്തു. അതെനിക്ക് തോന്നുന്നു ഭരതത്തിലെ ഒരു പാട്ടാണ്, വളരെ പ്രശസ്തമായ ഒരു പാട്ട്. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവൻ, അങ്ങനെ ഒരു പാട്ടില്ല. ആ പാട്ട് എന്ന് പറയുന്നത് വളരെ രസകരമാണല്ലേ. ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു പാട്ടാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീൽ എപ്പോഴും നമുക്ക് മനസ്സിലാകും. എത്രയോ രസകരമായി ദാസേട്ടൻ അത് നമുക്ക് വേണ്ടി ആലപിച്ചു. അപ്പോൾ അതൊരിക്കലും മോശമല്ല എന്നെനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഇതേപോലെ ലൈക്ക് നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് മുകളിൽ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു 1000 താഴെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾക്കൊന്നും അതിന് സൗകര്യമില്ല. കാണുക, ക്ലോസ് ചെയ്യുക. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരത് തരുന്നത് അല്ലേ. അവരത് ചെയ്തുകൊണ്ടല്ലേ നമുക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മറക്കരുത്. എൻ്റെ മാത്രമല്ല കേട്ടോ, ഏത് വീഡിയോ ആണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ലൈക്ക് ചെയ്യുവാൻ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. നിങ്ങൾ എന്നെ അറിയാത്തൊരു വ്യക്തിയാണ്, എനിക്ക് നിങ്ങളെ അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തു. അങ്ങനെ മിക്കപ്പോഴും നിങ്ങളുടെ ലൈക്ക് ഞാൻ കാണുകയാണ്. അടുത്ത ദിവസം നമ്മളൊരു ഫംഗ്ഷനിൽ കണ്ടുമുട്ടുന്നു. സാർ ഞാനാണ് സനോജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു വാത്സല്യം തോന്നുമില്ലേ? കാരണം എനിക്കറിയാം നമ്മൾ മോശമാക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്കും സന്തോഷം എനിക്കാകും. എൻ്റെ മാത്രമല്ല കേട്ടോ, മോശമായ വീഡിയോകൾക്ക് ഞാൻ പ്രതികരിക്കണമെന്ന് പറയുന്നില്ല. നമ്മൾക്കറിയാം അവരുടെ ഉദ്ദേശം എന്താണ്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തതെങ്കിൽ, അതിൽ നന്മയുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ഇറ്റ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നിങ്ങൾ ചെയ്യുക. അത് അവർക്ക് കാണുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ ഇടുവാനൊക്കെ ഉള്ള പ്രചോദനമാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗവുമാണ്. ഈഗോ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഈഗോയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ആത്മവിശ്വാസമാണ്, അഹങ്കാരമല്ല. ഇങ്ങനൊരു സംഭവത്തിന് അത്ര ശക്തിയുണ്ടെന്ന് നിങ്ങളെ അറിയിച്ചതാണ്. അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈഗോ വെച്ചുകൊണ്ട് നടന്നാൽ എന്തായിരിക്കും? അത് നമ്മളെ തന്നെ അത് നശിപ്പിക്കുമെന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആസിഡ് ഇൻ എ ക്യാൻ എന്ന് പറയും. ഒരു ക്യാൻ ആസിഡ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് ആ ക്യാൻ ചെയ്യുന്നത്? ആ ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. കവചമായി നിന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയാണ്. അത് പോകാതെ അതിനെ സംരക്ഷിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്യാൻ ചെയ്യുന്നത്. പക്ഷെ ആസിഡ് എന്താണ് ചെയ്യുക? അതിനെ ദ്രവിപ്പിച്ച് കളയും. അത് തുരുമ്പെടുത്ത് പോകും. ആസിഡ് അകത്തുനിന്ന് പണി കൊടുത്തുകൊണ്ടിരിക്കും ക്യാനിന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ക്യാനിനെ അകത്തുനിന്ന് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ഈഗോ നമ്മൾക്കും പണി തരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു ലൈക്കിലൂടെ ഷെയറിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ റിലീസ് ചെയ്യുകയാണ്, നമ്മുടെ ഈഗോ റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ചില ലൈക്കുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ കൊടുക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓഫ് യുവർ ഈഗോ. അതങ്ങോട്ട് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇത് പറയുന്നത് എൻ്റെ ചെയ്യാനല്ല, മറിച്ച് പൊതുവായൊരു കോൺസെപ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അവിടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി നല്ലത് തോന്നും, നല്ലത് ചെയ്യുവാനും നല്ലത് ചിന്തിക്കുവാനും ഇടയാകും എന്നുള്ളതാണ് പറയുവാനുള്ളത്. മിക്ക രോഗത്തിൻ്റെയും ശാരീരികമായ അവസ്ഥയുടെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഈഗോ കൊണ്ട് നടക്കുമ്പോൾ, പ്രതികാരം കൊണ്ട് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറേ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസിഡ് പോലെ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെഗറ്റീവ് ഹോർമോൺസ് ഉള്ള ശരീരം തീർച്ചയായിട്ടും എന്താണ്? രോഗം വിലയ്ക്ക് വാങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ബി ഹാപ്പി ആൻഡ് സോ ജനറസ് ടു ലൈക്ക് ആൻഡ് ഷെയർ not only my videos, but if you think that it's a good video, it's a nice post, just like it and share it. Thank you very much. We can see in our next video, that is must have had a chicken box. അതിലേക്ക് പോകാം. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ആ വീഡിയോയിലേക്ക് പോകാം. Thank you very much.
ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.